ഹായ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ട് വരാനുള്ള ഒരു കാരണം, ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു. അത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു യൂട്യൂബറുടെ റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ സാധാരണ ഞാനിങ്ങനെ ഈ ലൈവ് വീഡിയോ ഒന്നും അങ്ങനെ കൂടുതൽ കാണാറില്ല. ഇതുപോലെ ചിലപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന യൂട്യൂബർമാരുടെ റിയാക്ഷൻ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ അങ്ങനെ മറ്റുള്ള വീഡിയോസ് നോക്കുന്നത്. ഇത് സംഭവം വേറൊന്നുമല്ല, കഴിഞ്ഞ ഒരു വീഡിയോ, അതായത് നുണപറച്ചിലും കൂട്ടത്തമ്മിലടിയും ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ഞാൻ പറയുന്നതും അതുമായിട്ട് ഏറെക്കുറെ ബന്ധമുള്ളൊരു കാര്യം തന്നെയാണ്. സംഭവം വേറൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് തനൂജ. ആ തനൂജ എന്ന സ്ത്രീ. അപ്പോൾ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ പല ആൾക്കാർക്കും അഭിപ്രായം ഉണ്ടാവും, നിലപാടില്ലാത്തവനാണ്. ഒരിക്കൽ ഞാൻ തനൂജയെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അവളെ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് കാണുന്നത്, ഒരാൾ കാണുമ്പോൾ ശരിയാണെന്ന് തോന്നുന്ന കാര്യം അത് ശരിയാണെന്നും അത് തെറ്റാണ് പറയുന്നതെന്ന് തോന്നുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല. അപ്പോൾ വേറൊന്നുമല്ല, ഈ തനൂജ എന്ന സ്ത്രീ ഇന്നലെ ലൈവിൽ വന്നിട്ട് കുറേ ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വീഡിയോ ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി കേട്ടോ. കാരണം ആ ഒരു സ്ത്രീ ഭർത്താവ് ഉപേക്ഷിച്ചു ഒരു ഐശ്വര്യ റായിക്കൊപ്പം താമസിക്കുന്നു. 11-12 വയസ്സുള്ള ഒരു മകളുണ്ട് ആ സ്ത്രീക്കുണ്ട്. അപ്പോൾ ഈ കൂട്ടമായിട്ട് എല്ലാവരും കൂടി ആക്രമിച്ച് ആ സ്ത്രീയെ ജീവിക്കാൻ താമസിക്കുന്നില്ല, അത് ഒരു മറ്റൊരു സത്യം. പിന്നെ ഈ തനുജയും അത്ര എടുപ്പാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ആവശ്യമില്ലാത്തതിനൊക്കെ മാറ്റി നിർത്താൻ ഈ സ്ത്രീക്ക് അറിയാൻ വയ്യാതായിപ്പോയി. അല്ലെങ്കിൽ അവരുടെ കാര്യം നോക്കി ജീവിക്കാൻ ഉള്ള കഴിവ് അവർക്കില്ലാതായിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ലൈവിനകത്ത് കുറേ എന്താ പറയുക, ആൾക്കാരുടെയൊക്കെ പേരുകൾ പറയുന്നുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തമ്മിലടി കൂട്ട നുണപറച്ചിലുമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഈ തനൂജ പറയുന്ന അവതാരങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പേരൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് ആരാണെന്നൊന്നും മനസ്സിലായില്ല. അതായത് ഈ തനൂജയ്ക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് നിന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തത്. വളരെയധികം സപ്പോർട്ടായിട്ട് അവർക്കൊരു വലിയ ഒരു ഉപകാരമായിട്ട് എല്ലാം കൂടെ നിന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവർ തമ്മിലടിപ്പിക്കാനും എന്താ പറയുന്നത്, അവരെ തമ്മിലടിപ്പിച്ച് അല്ലെങ്കിൽ അപ്പുറത്തുള്ള കുറ്റം ഇപ്പുറത്ത് പറഞ്ഞ് ഇപ്പുറത്തുള്ള കുറ്റം അപ്പുറത്ത് പറഞ്ഞ് അവർ രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കാൻ ഈ നുണച്ചികൾ എന്ന് പറയുന്ന മറ്റേ വർഗം, കൂത്തികൾ എന്ന് ഞാൻ പറയും. കൂത്തികൾ, അതായത് കൂടെ സഹകരിച്ചിരുന്നതിന് ശേഷം തോളി ഇരുന്നുകൊണ്ട് അവൻ്റെ മറ്റടം വരെ കടിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ഈ വർഗങ്ങൾ കാണിക്കുന്നത്. സ്നേഹമായിട്ടിരിക്കുമ്പോൾ അവളുമാരുടെ കുറ്റങ്ങളും കുറവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. സ്നേഹമായിട്ടിരിക്കുമ്പോൾ ചില പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞെന്നിരിക്കും, സ്ത്രീകളായാലും പുരുഷന്മാരായാലും. അത് ഒരു പിണക്കം വരുമ്പോൾ അല്ലെങ്കിൽ ശത്രുതയിലേക്ക് മാറുമ്പോൾ അതെടുത്ത് സോഷ്യൽ മീഡിയയിലോട്ട് വിളമ്പി എത്രത്തോളം മറ്റുള്ളവരെ തരം താഴ്ത്താം എന്ന് നോക്കുന്ന അലവലാതി വർഗത്തെ ഇതിൽ കൂടുതൽ എനിക്ക് സംബോധന ചെയ്യും. ഇതിനേക്കാളും വൃത്തികെട്ട വാക്കാണ് പറയേണ്ടത്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അന്ന് സുനിത കാസിം എന്ന സ്ത്രീയുടെ ലൈവ്, അതായത് ഇത് എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് തനുജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷം ഒരു ലൈവ് ഞാൻ കണ്ടു. അന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്, ഇവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ കളിച്ച കളിയാണ് എന്ന്. അതവിടെ വിജയകരമായിട്ട് തന്നെ മുന്നേറി. ഇപ്പോൾ അതിനുശേഷം ഈ തനുജയെ തകർക്കാൻ നോക്കിയ മറ്റിടത്തെ മോളുമാർ നീയൊക്കെ ഒന്ന് ആലോചിക്കണം. ഈ തനുജയ്ക്ക് 10-12 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അവർക്ക് കൂടെ ആരുമില്ല. ആ സ്വന്തം ഭർത്താവ് ഇപ്പോഴും ഒരു ഐശ്വര്യറായിക്കൊപ്പം താമസിക്കുന്നു എങ്കിലും ഇപ്പോഴും അവനെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ വന്നാലും ഈ തനുജ സ്വീകരിക്കും എന്നാണ് എൻ്റെ വ്യക്തമായ ഒരു നിലപാട് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം ആ ശ്രീരാമനെ ഇദ്ദേഹം സ്നേഹിച്ചു പോയി കേട്ടോ. അപ്പോൾ ഈ പറയുന്ന മറ്റിടത്തെ മോളുമാരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിനക്കൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെടലിന്റെ വിഷമം എന്താണെന്ന് നിനക്കറിയാമോ?
അതറിയില്ല. ചിലപ്പോൾ നിനക്കൊക്കെ കുടുംബം ഉണ്ടാവും, മക്കളുണ്ടാവും, ഭർത്താക്കന്മാരുണ്ടാവും, മറ്റിടത്തെ കോപ്പല എല്ലാ മോന്മാരും ഉണ്ടാവും. ജീവിതത്തിൽ ഏറ്റവും ഒരു മനുഷ്യന് സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് എല്ലാം ഉണ്ടായിട്ടും ഒരു നിമിഷം ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നതിൻ്റെ വേദന ആർക്കും സഹിക്കാൻ കഴിയില്ല. അത്രത്തോളം ആ വേദന സഹിച്ച് കഴിയുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ തനുജ. അപ്പോ ഈ തനുജയെ വെച്ചിട്ട് തന്നെ നിന്നെ പോലെയുള്ള മറ്റിടത്തെ അലവലാതി കൂത്തിച്ചികൾ ദിവസവും ഓരോ കണ്ടന്റ് ഉണ്ടാക്കി തിന്നുന്നത്, നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിന്റെയൊക്കെ ആസനം താങ്ങാൻ കുറെ, നിന്റെയൊക്കെ പാവാട വള്ളി തൂങ്ങുന്ന കുറെ മോന്മാരും കാണും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിന്റെയൊക്കെ മറ്റേ ആരാധകർ എന്ന് പറയുന്ന കുറെ മോന്മാർ എനിക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റുമായിട്ട് വരും. എനിക്കിതാ ഇത് മാത്രമാണ്. അതുപോലെ ഞാൻ ജാതിയും അല്ലെങ്കിൽ മതവും പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. എങ്കിലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. ഈ തനുജ പറയുന്ന വ്യക്തികളിലായാലും നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ആരുടെ എങ്ങനെ വലിപ്പിച്ച് ഊമ്പിച്ച് തിന്നണമെന്ന് ആലോചിക്കുന്ന ഒരൊറ്റ വർഗമാണ് കൂടുതലുള്ളത്. അറിയാമല്ലോ, കുറെ താത്തമാരും കാക്കമാരും മറ്റേ കോപ്പിലത്തെ മറ്റോമാരും. മറ്റുള്ള സമുദായത്തിൽപ്പെട്ടവർ അത്രത്തോളം തരം താഴ്ന്നവരല്ല. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ വിചാരിക്കും, സ്ത്രീത്വത്തെ അപമാനിച്ചു. സ്ത്രീ എടി പുന്നാര മക്കളുമാരെ, നിന്നെയൊക്കെ സ്ത്രീ എന്ന് വിളിക്കണമെങ്കിൽ നീയൊക്കെ സ്ത്രീ ആയിരിക്കണം. മാനാഭിമാനം എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാണ്. ഞാൻ ഇതിപ്പോ പറയുമ്പോൾ നിനക്കൊക്കെ ചൊറിയുന്നുവെങ്കിൽ അതുപോലെ തന്നെയാണ് മാനാഭിമാനം എല്ലാവർക്കും ഉള്ളത്. നീയൊക്കെ കുറെ നാളായിട്ട് ഈ തനുജ എന്ന സ്ത്രീയെ വിറ്റ് തിന്നുകയല്ലേ, അതല്ലേ ചെയ്യുന്നത്. വീണ്ടും ആ സ്ത്രീയെ സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കുക, അല്ലെങ്കിൽ സ്നേഹമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിലോട്ട് വിളമ്പുക. നീയൊക്കെ എന്തിനാണ് ഈ പരമച്ചേറ്റകളെ ജീവിക്കുന്നത്? പോയി തൂങ്ങിച്ചാവണം. ഒന്നുകിൽ നാട്ടിനോ അല്ലെങ്കിൽ വീട്ടിനോ ഗുണം വേണം. നിനക്കൊന്നും ചോദിക്കാനും പറയാനും ഒരു പട്ടികളും ഇല്ലാന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഏവനെങ്കിലും ഭർത്താവ് എന്ന് പറയുന്ന നട്ടലുള്ളപ്പോഴുള്ള ഏവനെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ഇതുപോലെ വന്നിരിഞ്ഞ് അഴിഞ്ഞാളത്തില്ല. അതിന്റെ കുറവാണ് ഈ പറയുന്ന മറ്റുള്ളവരെ എല്ലാം സംഭാഷണത്തിനൊക്കെ മനസ്സിലാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ പറഞ്ഞു, പിന്നെ ഈ ആ ലേഡി ഓരോരുത്തരുടെ കാര്യം പറയുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് ആരാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല. കാരണം ഞാൻ പിന്നെ ഈ 1-2 പേരെ ഞാൻ അവരുടെയൊക്കെ ലൈവൊക്കെ കണ്ടിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഈ പേരൊന്നും ഓർത്ത് വെക്കാൻ അത്രയ്ക്ക് വലിയ താരങ്ങളൊന്നും അല്ല അവരെന്റെ വീഡിയോയുടെ താഴെ ഒന്നും കമന്റ് ഇട്ട് ഞാനാണ് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അറിയാതെ കാര്യം പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയിൽ പറയുന്ന മറ്റിടത്തെ മോളുമാർ ആരെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കൃത്യമായിട്ട് ആളെ മനസ്സിലായതുമില്ല. ഇനിയെങ്കിലും നീയൊക്കെ ഇന്നലെ കൃത്യമായിട്ട് ആ ലൈവിനകത്ത് ഓരോരുത്തരുടെയും പേര് പറഞ്ഞതിന് ശേഷമാണ് ഈ തനുജ ആ ഗുളിക കഴിക്കുന്നത്. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ആ സ്ത്രീക്ക് എന്തെങ്കിലും ഒരാപത്ത് സംഭവിച്ചു പോയാൽ ആ പൊടി കുഞ്ഞിന്റെ കാര്യം ആര് നോക്കും? നിനക്കൊക്കെ വന്നിരുന്ന് കുറ്റം പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കി അങ്ങോട്ട് തീട്ടം തിന്നാൻ എളുപ്പമാണ്. മാനാഭിമാനം, അതായത് ഒരു ആണായാലും പെണ്ണായാലും അവരുടെ മാനാഭിമാനത്തിന് വളരെയധികം വിലയുണ്ട്. നീയൊക്കെ വന്നിരുന്ന് ഒരു സ്ത്രീയെ കുറിച്ച് ഇത്രത്തോളം അപവാദങ്ങൾ പറഞ്ഞ് പരത്തി, നിനക്കൊക്കെ നാണമില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം വന്നിരുന്ന് ഒരാളുടെ കുറ്റം അപ്പുറത്ത് പറയുന്നു, ഇപ്പുറത്ത് പറയുന്നു, അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് പറയുന്നു. അതായത് പണ്ടത്തെ സ്ത്രീകളുടെ അതേ പാരമ്പര്യം. അതുപോലെ തന്നെ ഈ തനുജ എന്ന സ്ത്രീയും ഒന്ന് ആലോചിച്ചിരിക്കണമായിരുന്നു. കാരണം അവർക്കൊരു പൊടി കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ വളർത്തണം എന്നുള്ള ഒരു ചിന്ത അവർക്കും ഇല്ലാതായിപ്പോയി കേട്ടോ. നിന്നെ പോലെയുള്ള മറ്റിടത്തുമുള്ള സ്വഭാവം ഒരിക്കലും ജന്മത്ത് മാറാൻ പോകുന്നില്ല. കാരണം ജാസ്തിയാലേ ഉള്ളത് തൂത്ത മാറത്തില്ലെന്ന് പണ്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ നിന്റെ സ്വഭാവ ഗുണങ്ങളായിപ്പോയി. അല്ലെങ്കിൽ ആ പാവസ്ത്രീ നിങ്ങൾ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? അവരെ വഴിക്ക് പോട്ടെ. നീയൊക്കെ ആ സ്ത്രീയുടെ കൂടെ അടുത്ത് കൂടിക്കൊണ്ട് നിന്നിട്ട് ഭയങ്കര ചങ്കാണ്, കോപ്പാണെന്നൊക്കെ അങ്ങ് ഒലിപ്പിച്ച് പറഞ്ഞതിന് ശേഷം അവർ ചിലപ്പോൾ ഈ സ്നേഹത്തിന്റെ പുറത്ത് എന്തെങ്കിലും ഓപ്പണായിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഞാനായാലും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനടുത്ത് പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാറുണ്ട്. അതൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ അതെടുത്ത് മുതലാക്കുകയല്ല നിന്നെ പോലെയുള്ള മറ്റിടത്തെ മോളുമാർ ചെയ്യേണ്ടത് കേട്ടോ. ആ സ്ത്രീക്ക് ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ പറയുന്ന നീയൊക്കെ കാണുന്നു, നിനക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കുമ്പോൾ. കുറച്ചൊക്കെ ഉളുപ്പും
വിവരവും സംസ്കാരമൊക്കെ വേണം. പണം പട്ടിക്കുണ്ടാവും കേട്ടോ, പണം പട്ടിക്കുണ്ടാവും. പിന്നെ നിന്നെ പോലെയുള്ള വർഗത്തിന് നട്ടല്ലോറപ്പില്ല ഉള്ള ഒരു ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഏവനെങ്കിലും ഇല്ലാത്തതിൻ്റെ കുറവാണ് ഇതെന്ന് മാത്രമേ ഞാൻ പറയൂ. വളരെ മോശമായി പോയി. കാരണം ആ സ്ത്രീയുടെ ലൈവ് ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോയുടെ താഴെ വരും ആരാധകർ, ഈ പറയുന്ന മറ്റുള്ളവരുടെ ആരാധകർ വരും സുരേന്ദ്രനെ ഉണ്ടാക്കാൻ. ഒന്നോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അല്ലേ, ഞാൻ ഒരാളെ വിമർശിക്കുമ്പോൾ അതുപോലെ 100 പേര്, ഞാൻ ഒരാളെ വിമർശിക്കുമ്പോൾ 100 പേര് എന്നെ വിമർശിക്കാനും എന്നെ കുറ്റം പറയാനും ഒക്കെ ഉണ്ടാവും. അതെനിക്കറിയാം കേട്ടോ. എന്നാലും ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. കാണുന്നതും കേൾക്കുന്നതും എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ പറയും കേട്ടോ. ഇനി ഈ പറഞ്ഞ മറ്റവളുമാരുടെ പാവാട വള്ളി തൂങ്ങുന്ന കുറേ ഐറ്റങ്ങൾ ഇങ്ങോട്ട് സുരേന്ദ്രൻ കിളവനാണ്, നിനക്കെന്താ വേണോടാ മറ്റേ മോനെ മറിച്ച മോനെ, നീയൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോഴും അതിന്റെ തൊട്ട് താഴെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം പറയാണ്, ആരോ ഒന്ന് കമന്റ് ഇട്ടിരിക്കുകയാണ്, നിനക്കുള്ള മറുപടി അവിടെ ലൈവിൽ തരുന്നുണ്ട്. എനിക്ക് തരാനുള്ള അവരവിടെ കൊടുത്തോട്ടെ, എനിക്കെന്താ വേണം, ഞാൻ നോക്കാനേ പോയില്ല. ഇനിയിപ്പോ ഇത് കണ്ടിട്ട് ഇനി ആർക്കെങ്കിലും ഇനിയിപ്പോ ലൈവ് ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ ലൈവ് ചെയ്യുക. നിന്റെയൊക്കെ ഈ തന്തയില്ലാത്തരം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ നിരപരാധിയായോ അല്ലെങ്കിൽ അപരാധിയോ എന്തോ ആയിക്കോട്ടെ, പാവപ്പെട്ട വേറെ വീണ്ടും വിറ്റ് തിന്നുക. അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിന്നെയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്ക് കിട്ടുന്നില്ല. കാരണം അത്രയ്ക്ക് നീചമാണ് നിന്റെയൊക്കെ മനസ്സ്. അല്ലെങ്കിൽ ശത്രുവാണ്, നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് വിട്ടുപോകാം. എന്തിനാണ് വീണ്ടും അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിനി ഒരു കാര്യം ചോദിക്കട്ടെ, തന്തയ്ക്ക് പറഞ്ഞ ഒരു പുരുഷന്റെ അടുത്താണ് നിന്റെയൊക്കെ ഈ തന്തയിലാത്തരം പറഞ്ഞിരുന്നതെങ്കിൽ പൊന്നുമോളെ നിന്നെയൊക്കെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. ഇതൊരു പാവ സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് നീ വീണ്ടും കിടന്ന് പൂണ്ട് വിളയാടുന്നത്. സ്ത്രീ ആയാൽ കുറച്ചൊക്കെ മാനാഭിമാനം അന്തസ്സും വേണം. നിനക്കൊന്നും അതില്ല. നിനക്കൊന്നും നിന്റെ അടുത്തൂടി പോയിട്ടില്ല. പണം പട്ടിക്കും ഉണ്ടാവും, സംസ്കാരവും വിവരവും അതെല്ലാവർക്കും ഉണ്ടാകത്തില്ല. കുറെ പഠിച്ച് വിദ്യാഭ്യാസം കിട്ടിയെന്ന് കരുതി സംസ്കാരം ഉണ്ടാവണമെന്നില്ല. നിന്റെയൊക്കെ പാരമ്പര്യ ഗുണം, വിത്ത് ഗുണം അതാണ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയില് നുണ പറച്ചിലിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആർക്കും പിടിച്ചില്ല. അതില് സുനിത കാസിം ഒരു ലൈവ് ശാരം പറയുന്നുണ്ട്, അവിടെ എന്നെ കുറിച്ച് അറിയത്തില്ല. എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും വിമർശിക്കേണ്ടത് വിമർശിക്കുന്നുണ്ട്. വിമർശിക്കേണ്ടത് വിമർശിക്കുക തന്നെ ചെയ്യും. അതിൽ വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഈ സുനിത കാസിമൊക്കെ ഇവർക്ക് നല്ല സപ്പോർട്ടായിരുന്ന സ്ത്രീയാണ്. അതൊക്കെ ആ ലൈവൊക്കെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്. കാരണം ആ പാവപ്പെട്ട സ്ത്രീക്ക് ആരെങ്കിലുമൊക്കെ ഒരു തുണ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഇവരെ കുറിച്ച് വിമർശിച്ചിട്ടുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ തുറന്നു തന്നെ പറയും. അപ്പോൾ നിങ്ങളുടെ ഈ മനുഷ്യന്റെ ശവം തിന്നുന്ന ആ സ്വഭാവം തുടർന്നുകൊണ്ടേയിരിക്കുക. ഈ തനുജ പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു ഇര നിങ്ങൾക്ക് വന്ന് വീഴും. അതുവരെ കാത്തിരിക്കുക കേട്ടോ. നിങ്ങളുടെ ജന്മനായുള്ള സ്വഭാവം തുടർന്നുകൊണ്ടിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.